പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റേന്നൊപ്പമുണർന്നിടാൻ.
യെരൂശലേമൻ ഇമ്പവീടേ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിഞ്ഞൊഴിയും.
ഇമ്പവിടെ എന്നു ഞാൻ വന്നു ചേരും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും പരമരാജാവിൻ മഹത്വം അരികിൽ കണ്ടിടും യെരൂശലേമിൻ ഇന്നവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ധരണിയിലെ പാടും കേടും എപ്പോഴിഞ്ഞൊഴിയും ശ്രേഷ്ഠനാടകാവുകളും തോട്ടങ്ങളും എല്ലാം കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ കാട്ടുവാനിടയില്ലാത്ത കൂട്ടമരങ്ങൾ Those of you who would like to be in the boat party, please come through the left side, my left side, and go back to the right side.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഹോശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മറിയമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് മോചനം നേടി വ്യർത്ഥ ലോകത്തിലേക്ക് യാത്രയായിരിക്കുന്ന ഈ ആത്മാവ് നിന്റെ മാലാഖമാരാൽ നയിക്കപ്പെട്ട് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശയും ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമേ, ഈ ആത്മാവ് മുഖപ്രസാദത്തോടു കൂടി അവിടെ നിന്നെ എതിരേൽക്കുമാറാകണമേ. മോറാൻ വിസ്മൃതനായ ഞാൻ മൃതനെ പോൽ ഹല്ലേലൂയ പാടാത്രം പോലെയുമായി എന്നാത്മമെടുക്കാൻ അവരൊത്തു ഹല്ലേലൂയ ഞാൻ ശരണം പ്രാപിച്ചെങ്കിൽ നിങ്ങൾ
ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയവരുടെ പുനർജീവനും ദുഃഖിതരുടെ ആശ്വാസവും വ്യസനിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന തനിക്ക് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. പാലക്കുമോ എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണ്ണമായി ലോകത്തിൽ നിന്നും ഉത്കൃഷ്ടവും മനസ്സുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. കർത്താവേ, നിന്റെ മനുഷ്യപ്രീതിയാൽ നിന്റെ മകന്റെ പാപങ്ങൾ പരിപൂർണമായിട്ട് പരിഹരിക്കണമേ. ഈ ദാസങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്കായി നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ നിന്റെ വലത്തുകൈ ഈ ദാസൻ കൊടുക്കുന്ന രണ്ടാഭരണമാകുന്നതായ ചുഴിയിൽ നിന്നും ഈ മകനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമാനിന്റെ ശക്തിയാൽ ഈ മകനെ സഹായിക്കണമേ. പിശാചുക്കളുടെ ഭയങ്കരമായ വിടങ്ങളിൽ നിന്നും ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഈ ദാസന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ നീ ഇവനെ വിധിക്കരുത്. സന്നിധാനത്തിൽ എല്ലാവരും കുറ്റക്കാരാകുമല്ലോ. കർത്താവേ, ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യത്തെ പാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധനാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ മകനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകജാതന്റെ കെട്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഈ മകന്റെ മേൽ കുതിക്കുമാറാകണമേ. ഈ ദാസൻ വിശ്വസിച്ചതായ കേവല വിശുദ്ധ ശ്രീവ ഇവനെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായിരിക്കണമേ. നിർമ്മലവും സന്തോഷപ്രദവും ഭാവരഹിതവുമായ ജീവിതം നയിച്ച് അന്ധകാല സേനകൾക്ക് വിധേയരാക്കാത്തതും സമാധാനപരവുമായ നിര്യാണം പ്രാപിക്കുവാൻ നിന്റെ ദാസനായ ഞങ്ങളെല്ലാവരെയും യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളെ കടാക്ഷിച്ച് അവരെ വെച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിതർക്ക് മനോധൈര്യം കൊടുക്കുകയും ചെയ്യണമേ. കൊണ്ടതാതിനെ സ്തുതിക്കുന്നവരായ ഏവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ അവശ്യാനുസരണം ശരണവും പ്രത്യാശയുമാകുന്നുവല്ലോ. കർത്താവേ, നിന്റെ അപേക്ഷിക്കാനുള്ള പ്രത്യാശ ഞങ്ങൾക്ക് മുമ്പാ നിന്റെ സന്നിധാനത്തിലേക്ക് യാത്രയായിട്ടുള്ളവരും ശ്രേഷ്ഠവും അഗ്നിയുമായ അവന്റെ പ്രത്യക്ഷതയെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളെല്ലാ മാതാപിതാക്കന്മാരും സഹോദരീ സഹോദരൻ ഗുരുക്കന്മാർക്കും വിശുദ്ധരോട് കൂടിയുള്ളതായ ആശ്വാസം നൽകണമേ. കർത്താവേ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരെയും ഇവിടെ അവശേഷിക്കുന്നവരുമായ ഞങ്ങളെയും ആദ്യന്തമില്ലാത്തതാ നിന്റെ സ്വർഗരാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതിയെ പരിശുദ്ധമായി സ്തുതിച്ച് പുകഴ്ത്തുവാനും യോഗ്യരാക്കണമേ. ബാറക്കുമോ ദൈവത്തിൽ നിന്നുള്ള പരിഹാരവും പാപങ്ങളുടെ മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ.
പൂണ്ടഴുകിയ ലാസറിനെ കബറിൽ നിന്നും ദൈവതനൂജൻ വിളിച്ചോരാജ്ഞാശബ്ദം ഉദ്ധാനേ മൃതരെ ചേർക്കും യോശാപാത്തിൻ താഴ്വരയിൽ ഞാനേക്കും തലമുറകൾ അണയും വിധിയേൽക്കാം.
അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും
നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. Please be seated. Dear sisters, dear members of the Padial family, and my dear brothers and sisters in Jesus Christ, we are here to witness to the heavenly journey of the beloved father, of a caring husband, of a very active son of our church, and a very good friend. Though it is with a full of sorrow in our hearts, let us bid farewell to our dear brother, the Lord of hope, the deep faith, and the profound love. We know that his unexpected and, humanly speaking, untimely departure has caused a lot of pain in each one of us. And we can understand how it has been to your Roman, Stephen, Shaw, and Shadow, and the family, extended family members. But this is a time not only to mourn, but to hope, but to love. And in a very special way, to thank the Lord for the gift of his life, for the gift of his love, and also for the gift of all his sacrifices for those whom he loved. Let us thank the Lord for the wonderful gift of the life of Babu. Ultimately, life is judged by the Lord, not so much by how long he lived, but how much he achieved and accomplished in life, and what you did, but rather how much love you carried in your heart. That is the ultimate criterion with which God judges us all. Today's gospel we heard, all of us will have to stand before the judgment throne. And those who loved will rise up to life eternal. That's our hope. So we are sure Babu lived with a heart full of love. Ultimately, that is the source and expression of all the goodness that we actually take in life. Even faith is the best expression in love. Every goodness that we find in a person comes out of the love in his heart. So Babu was a good person because he loved God. He loved seriously. He loved sincerely. Let's thank the Lord for this beautiful gift. Let us thank the Lord for all the love that he shared with us, for all the sufferings that he took on himself for the sake of love. And we are here also to pray for our dear brother, because human being, we are all weak. We all commit mistakes, small or big. But in front of God, there is no mistake that cannot be forgiven. No mistake is so big that God cannot forgive it. So we pray that if Babu happened to commit any small mistake in his life, let us pray to the Lord that we may forgive him and receive him to this eternal glory. And it is also a time to reflect our faith in the Lord. We are not a mourning community. We are a hoping community. We are a believing community. That is the hallmark of a Christian believer. We believe in the resurrection of our Lord Jesus Christ, who defeated all the apparent tragedies
lives forever. And those who believe in him, and those who love as he wanted us to love, will have a share in this eternal life. That's our hope. So let's hope that Babu is today with the Lord. The Lord is receiving him to his bosom. And I want to thank the Lord for the gift of this person, for the gift of this wonderful family, to our church, to the whole of humanity. The family that is contributing, that has contributed such a lot to our church, especially to our church in the US. And I thank the Lord for this wonderful gift. And my dear brothers and sisters, every occasion of your funeral is an invitation to turn back on top of lives. Sometimes, unfortunately, all of us tend to be insensitive that we are going to leave here forever. One day we have to say goodbye, just as Baptist said goodbye to this world. We have to believe in such a way that our real goal is after this life. Our real goal is with the Lord. Very often, we are so much immersed in the activities of this world. We are so much immersed in the joys and the pleasures of this world. Somehow we lose sight of the real goal where we are supposed to be. So, an occasion like this is an invitation for each one of us to reflect on the way we live, how much faith we reflect, how much faith we have in a life after death, how much hope we have for such a life. Let's pray the Lord. We may all live in such a way that when we stand before the judgment throne, the Lord may be happy with our own lives. I wish to express our most sincere condolences, love and thanks to the very family, especially to our and the church. May God continue to give us strength and courage to face such experiences of life. Amen. Dear Eusebius Hidalgo, Reverend Fathers, Reverend Sisters, my dear family and friends. March 15, 2017 was one of the worst days of my life. Someone who I pictured to be with me throughout my life had left my side. In the hours and days since his death, I feel as if I've lost my words. When I was told I had to speak about my dad, I didn't know where to start. There are a million things I could say about my dad. Everyone here knows my dad in a different way. He was a husband, father, brother, and friend to many. My dad was an extraordinary man. He was always loving and compassionate. He was the type of guy that would always give and never expect anything in return. One of my favorite memories with my dad was when I went with him to India. One afternoon, he got up from a nap, and in the way he calls me, he goes, "Shabney, get ready, we're going somewhere." I got ready and rushed out, and he took me to a restaurant. I still didn't understand what we were doing, but about 30 minutes later, a worker came out with about 40 bags of food. He placed the food in our car, and my dad said, "We're going to drive around the town of Bangalore and distribute this food to those who are homeless and out on the streets." This really brought tears in my eyes. I have so much respect for my father, and he has taught me so many life lessons and values that I will cherish my whole life. Losing my father was one of the most difficult things I have gone through. As I'm standing up here today, I realize how fortunate I was to have him as my father. There are not enough words to express his influence in my life. It is through his example and footsteps that I learned to be the girl I am today. My dad has made me into a strong girl, and Papa, I promise to stay strong for you and for our family. I'll hold you in my heart forever, Papa. I love you so much. In my eyes, my dad was an extraordinary man. I can proudly say that I looked up to him as a role model. One thing I loved about my dad was the way he treated others. He showed compassion towards everyone he met, and was always a giving person. I remember when we went to India, and he was always giving out money to the less fortunate. I've noticed a countless amount of times he did it, and I always thought to myself how good of a person he was. The way he treated strangers
strangers with such compassion amazed me. Helping others in any way he could is what made him truly happy. I hope that my future children will have the same qualities that my father had. My dad always made sure that my sister, my brother, and I were on the right path. All he wanted for us was to be successful, and now we will be in heaven watching over us and guiding us. Words can't explain how much I miss my father and his smile. I would do anything to see his smile again. Not only was he an amazing father, but most importantly, he was a good person. The memories of my father will last forever. Yesterday, when I was looking at the pictures in the slideshow, I could see my father and his happiness. I could see the joy he had with his kids, his love for my mother, his journey, and how far he was come. I don't need the pictures to remind me of who he was. I could see him clearly when I close my eyes and think of all the memories we had together. Every morning he would wake me up by yelling from the bottom of the stairs, "I'm on the way, get up." Some days I don't think I'll ever forget it, and I don't think I ever want to. He was a great father who always made sure that his kids had the priorities in mind. He was a hard worker, and I saw it day by day. He always emphasized the importance of family by trying to get everyone together. The type of man that always knew how to smile and have a good time. As a father, he wanted to instill the same values in me, Sean, and Shannon that he had growing up. He was always trying to teach me some kind of life lesson because that's the kind of person he was. In my heart, I feel angry. Angry because I never got to thank him. Without him, I wouldn't be standing here. So here's my chance. God gave me 24 years to learn from the greatest man I've ever known. And I'm grateful for everything you've taught me. From the son to a father, thank you. I love you always and forever. These past couple of days have been very tough with my family, and I just wanted to take a moment to thank you, our Jim's sisters, family, and friends for your support during this difficult time. I know that in time, our family will get through this and move forward. നാമെല്ലാവരും ഭംഗിയായി നിന്നോ സങ്കടപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നർത്ഥമുള്ള ഉറിയലാശോൻ എന്ന ചൊല്ലണം. ജീവന്റെയും മരണത്തിന്റെയും മേലധികാരമുള്ളവൻ ആത്മശരീരങ്ങളുടെ ദൈവമായ ഞങ്ങളുടെ മിശിഹാതമ്പുരാനേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് അധീനാകയില്ല. പ്രത്യുത മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നരുൾ ചെയ്ത മിശിഹാതമ്പുരാനേ, ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. എല്ലാ മനുഷ്യരും മരിക്കുന്നതിന് മുമ്പ് അനുദപിക്കണം എന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരകാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ മിശിഹാതമ്പുരാനേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ആത്മാക്കളെ ആകൽക്കരസായുടെയും സൈന്യങ്ങളുടെയും ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരുടെ ആത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്നും ഞങ്ങളുടെ ഈ സഹോദരന്റെ ആത്മാവിനെ നിരക്ഷിച്ച് സ്വർഗീയ യെരൂശലേമിലെത്തിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ നിന്റെ ഉയർപ്പിന്റെ ശോഭയുള്ള രശ്മികളാൽ ഞങ്ങളെല്ലാവരുടെയും ആത്മാക്കളെ പ്രശോഭിപ്പിക്കണമേ. നാം 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ചൊല്ലണം. At this time, I invite our Father John Winnett to go over the brief word of consolation. Your Excellency, Reverend Fathers, please receive you back. And all my friends, relatives who are here, in the name of my Bishop, H.N. and the pastor of this parish, I thank you all for coming and praying together as a family of God. Wherever we are one in the Lord, and we always pray and live into one Lord. I have to tell you a little story. One day I was in my rectory. I got a call. നമ്മുടെ ഒരു സഹോദരൻ എത്തിയച്ചോ ഒരു ഉദാഹരണം ചെയ്യാം. എന്താണ് മോനെ ഞാൻ ചോദിച്ചു. എൻ്റെ ഭാര്യ മരിച്ചു. കുറെ നാളായി വീട്ടിൽ വന്നൊരു വാങ്ങലില്ലാവോ. എൻ്റെ മോനെ എനിക്ക് അധികാരമില്ല ഒരു കുടുംബത്തിലും, പ്രത്യേകിച്ച് എൻ്റെ കുടുംബത്തിൽ മാത്രമേ എനിക്ക് ചെല്ലുന്ന ആരോടുള്ള അനുവാദമുള്ളൂ. അന്ന് തന്നെ ഞാൻ വിചാരിച്ചു, എൻ്റെ മനസ്സിൽ വിചാരിച്ചു, എൻ്റെ നാട്ടിൽ വലിയ ഒരാളാണ്, ആളുകൾ പള്ളിയില്ല, പട്ടക്കാരനില്ല, അച്ഛനില്ല, ആരും തന്നെയില്ല. ഞാൻ എന്തിനാണ് എൻ്റെ വീട്ടിൽ നിന്ന് വന്നത്? ഈ ആളുകൾ വേണ്ടി, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ടി എൻ്റെ ഈ രൂപതയിൽ നിന്ന് എങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരു പള്ളി നമുക്ക് വേണ്ടുന്നതിന് വേണ്ടി ഞാൻ ആദ്യമായി പരിശ്രമിച്ചു. ഞാൻ ആദ്യമായി നിങ്ങളുടെ കാർഡിനോളായിരുന്നു. ഈ ഓർമ്മ എനിക്ക് തിരിച്ചെഴുതി everything will be done. എൻ്റെ മെത്രാനോട് ചോദിച്ചു, യു ആർ ഓൾവേസ് വെൽക്കം. അവസാനം അത് പറയുന്നത് പോലെ തന്നെ everything is done. I am very thankful to our pastor here, Father Lesson. It's a young priest, 23 years ago, from Poland, coming here to serve the people. My dear people, our church needs generous young men and young people to control, to complete the work of God. That in my last, I can celebrate Mass. This is the first time, very first time, we celebrate a Mass, especially our Balagram brothers, Kubana. ഇപ്പോൾ മാത്രമല്ല, ഈ പള്ളി അലങ്കരക്കാർക്ക് മാത്രമല്ല, സിറോമലബാർക്ക് മാത്രമല്ല, നമ്മുടെ ഭൂലോകത്തിലുള്ള ആളുകൾക്കായി ഇന്ത്യക്കാർക്ക് കൃത്യമായിട്ട് നിൽക്കുന്ന പള്ളിയാണ്. അതുകൊണ്ട് ഏത് സമയത്താണെങ്കിലും എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ മധ്യ സൈന്യം വിളിക്കുകയോ ചെയ്താൽ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. അത് മാത്രമല്ല, ചില സമയങ്ങളിൽ വിവാഹം അതുപോലെ ഹോളുണ്ട്, പല സൗകര്യങ്ങളുണ്ട്. ഈ ആൾ ആദ്യമായി കഥ തുറന്നു തരുന്നതാണ് നമുക്ക് വേണ്ടി. ഈ മരിച്ചുപോയ ആൾ ഇപ്പോഴും ജീവിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരൻ, നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളായി ജീവിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് നമുക്ക് ദൈവത്തോട് എന്നും എപ്പോഴും എവിടെയാണെങ്കിലും പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. At this time, I invite the immediate family to bid their final farewell to the departed. That includes Omni aunties, Stephen, Sean, and Sharon, and baby giants, Baba giants, siblings. Please come forward to bid your final farewell now.
സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ. കാമകോപലോഭമോഹമൊക്കെ നീക്കി ലോകരെ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം. ദൈവമായ കർത്താവേ, നിന്റെ കൽപ്പന പ്രകാരം ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയായ ഈ ദാസന് നിന്റെ സ്വർഗീയ സേനകളുടെ സഹായം അയച്ചു കൊടുക്കണമേ. ഈ മൃതശരീരത്തിൽ ഒഴിക്കപ്പെടുന്ന തൈലം മൂലം
വായുമണ്ഡലത്തിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളെ ആക്രമിക്കുന്ന സൈന്യങ്ങളാൽ ഇവൻ പിടിക്കപ്പെടാതിരിക്കട്ടെ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധരോടുകൂടിയുള്ള ആനന്ദം ഇവന് നൽകണമേ. ഇവൻ സന്തോഷപൂർവ്വം നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അധ്വാനം നിന്നുള്ള വിശ്രമത്തിനും പോരാട്ടങ്ങളിൽ നിന്നുള്ള വിമുക്തിക്കും വിശുദ്ധരോടുകൂടിയുള്ള സൗഭാഗ്യത്തിനുമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ നിത്യജീവനായി തൈലം ഒഴിക്കപ്പെടുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നീ നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവേ, നീ അരുളി ചെയ്ത പ്രകാരം തിരുഹിതമിതാ നിറവേറിയിരിക്കുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നു ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിന് ബദ്ധപ്പെട്ടോടിടുന്നു. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാൺമതിന്നു വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ.
രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം എന്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ആകെയൽപനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ യേശുവേ നിനക്കു സ്തോത്രം.
പരിശുദ്ധ നാമത്തിൽ ഈ കബർ ആശീർവദിക്കപ്പെടുന്നു. പൂകിടുമതിശക്തൻ തന്നധികാരം ചെയ്യും അത്ഭുതമാശ്ചര്യം കൂറും ദൂതന്മാർ ചേരും ചിതറിയൊരസ്ഥികളും നേടും തേജസ്സാത്മാവൊഴുതനുവും നാശം കൂടാതെഴുന്നേൽക്കും. സ്തുത്യൻ നാഥാനിൻ വചസാൽ വാർത്താമേരീവസോദനഴകിയ ലാസർ കബർവേത്യുത്ഥിതനായി നിന്നാഗമനീയായിരോ സുതജീവിച്ചു മൃതരന്ത്യത്തിൽ എഴുന്നേൽക്കും നിന്നാൽ ബാരക്കുമോർ ശുഭഹോലാബോലബ്രോവൽ റൂഹു കാദീശോ മൃതസംഗേദേ മന്ദോദീ മന്മയനാദാമോടായി നിയമം ലംഘിച്ചോ നിഖേദിക്കേണ്ട ഹൃദയം ജീവനുവേകേടും ദൈവസുതൻ ഞാനിതി ചൊന്നാനെ സ്വർഗീയൻ ശക്തൻ സംസ്തുത്യൻ മനോലം വാദാവിലോലം മീരാമീൻ. ജ്ഞാനത്താലോകം മുഴുവൻ മരണനുക തിന്നടിമപ്പെടുവാനിടയാക്കിയ സൃഷ്ടാവാജ്ഞാനി സ്ഥാനെ നിന്നും നീക്കുന്നു ശക്തന്മാരാം നൃവരെ ന്യായാധിപരെ ഞമ്മധികാരമതീന്നും പരിവാളധൂപമൃതരെ തവനിണമേകൾ കൊണ്ടോരാം വിശ്വാസികളെ പാവനരാക്കണമേ. നിൻവാരഭാഗേ നിന്നവർതൻ പുനരുദ്ധാരകനം ജീവാനിൻ സ്തുതിയവരും പാടാൻ. കർത്താവിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പോകുന്നു എന്നവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. നാഥൻ വന്ന മൃതരെ ഉയർപ്പിക്കും, ശരണം നൽകും സകല പരേതർക്കും. നിങ്ങളിൽ നിന്നൻ പ്രിയരെ പിരിയുന്നേ സ്വീകൃതനാവാൻ നിങ്ങൾ. ഒരു നിമിഷം കൊണ്ടുടയോനേ മൃതരെ ജീവിപ്പിക്കും നിൻവരവധികൂടം. സഹചര നിങ്ങൾ സ്തുതിയെനിക്കേകിൻ എന്നെ സതതം പ്രാർത്ഥനകളിലോർപ്പിൻ. പിന്നലോടുടയോനാഗതനായിടും മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. വാതിലടച്ച് ശുഭമായി പോയിടുവിൻ, കർത്തനെനിക്കായി വാതിൽ തുറന്നിടും. വേഗമുദിക്കും കർത്താവിൻ ദിവസം, മൃതരെഴുന്നേൽക്കും സ്തുതിഗീതം പാടും. സ്തുതിയങ്ങേക്കായി ത്രാണകനാമീശോ, മൃതിയുടെ കയ്യിൽ ജീവൻ തിരുവിഷ്ടം. നമ്മുടെ രക്ഷയെഴുന്നള്ളിയ നാഥൻ നമ്മുടെ ജീവൻ ന്യായാഗതനാകും. നിൻ സ്ലീബായേ വന്നിച്ചിവനടിയൻ, നിൻ വരവിങ്കൽ നിൻ കൃപ കാണേണം. കൃപ ചെയ്യണമേ നിൻ കൃപയാലെന്നിൽ, ഞാൻ കാക്കണമേ നിൻ കൃപ നിൻ വരവിൽ. സഭയും അഭിനവ സൂര്യൻ സഭയും സുതരും സ്തോത്രം പാടുന്നു. നാഥനും സുതനും പരിശുദ്ധാത്മനും ഞങ്ങളുടെ രക്ഷയ്ക്കായി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനായി വരുവാനിരിക്കുന്നവനുമായ കർത്താവേ,
നിന്റെ തിരുനാമത്തെ സ്തോത്രം ചെയ്യുവാനായി കാരാഗ്രഹത്തിൽ നിന്നെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി, എന്നേക്കും ഞങ്ങളുടെ ശരണമേ നിനക്ക് സ്തുതി. പാറിക്കുമോ അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാരും പ്രധാന മാലാഖമാരും സ്തുതിക്കുന്നത് പോലെ ഞങ്ങളും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങൾ ദൈവത്തിന് സ്തുതിയും, ഭൂമിയിൽ സമാധാനവും ശാന്തിയും മനുഷ്യർക്ക് നല്ല പ്രത്യാശയും ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായ ദൈവവും സ്വർഗീയ രാജാവും സൃഷ്ടാവായ കർത്താവേ നിന്നെയും യേശുവിനായ പുത്രനായിരിക്കുന്ന ദൈവമായ കർത്താവേ നിന്നെയും പരിശുദ്ധമായോടുകൂടെ നിന്റെ മഹത്വത്തിന് വലത്തും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നീ മാത്രം കർത്താവാകുന്നു. പിതാവായ ദൈവത്തിന് മഹത്വം. ആമേൻ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം സ്തുതിക്കപ്പെട്ടതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ വാദങ്ങളടക്കരുതേ കർത്താവേ, നിങ്ങൾ പാപികളാകുന്നു, നിങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ കർത്താവേ. എന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാറ്റി പോകുവാനും നിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ അടുക്കിലേക്ക് നിന്നെ ഇറക്കിക്കൊണ്ടുവന്നാൽ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ പ്രദർശനം നൽകുന്നു. കരുണ നിറഞ്ഞവനേ I
സത്യവിശ്വാസത്തോടും ദൈവിക യോഗ്യതകളോടും കൂടി ക്രൈസ്തവോചിതമായ വിധം മശിഹായിൽ ശരണപ്പെട്ട് നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ഭക്തനെ ദൈവം തൻ്റെ നിർമ്മലമായ കരങ്ങളിൽ സ്വീകരിപ്പാൻ തൻ്റെ കരുണയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നത സ്ഥാനവും വിശ്രമവും സങ്കേതവും സ്വർഗീയ വിരുന്നും ഈ ദാസന് നൽകട്ടെ. കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും കേൾവിപ്പെട്ടിട്ടില്ലാത്തതും മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്തതുമായ ദൈവം തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ വാഗ്ദാനം കർത്താവ് ഈ മകന് നൽകട്ടെ. ഈ ദാസന്റെ പാപങ്ങൾ അവിടുന്ന് പരിഹരിക്കട്ടെ, കുറ്റങ്ങൾ ക്ഷമിക്കട്ടെ, അരിഷ്ടതകൾ നിറഞ്ഞിരിക്കുന്നതായ ഈ താൽക്കാലിക വിദേശവാസത്ത് ഇവൻ ചെയ്തിട്ടുള്ളതായ പാപങ്ങളും പിഴകളും ദൈവം തമ്പുരാൻ മായ്ച്ചു കളയട്ടെ. സമൃദ്ധമായ തൻ്റെ കരുണയുടെ ബഹുലത നിമിത്തം താൻ അവയെ ഓർക്കാതിരിക്കട്ടെ. നീതിമാന്മാരുടെ മേൽ കരുണ ചെയ്യുമ്പോൾ ഈ ദാസന്റെ മേലും താൻ കരുണ ചെയ്യട്ടെ. ഈ ദാസന്റെ വേർപാടിൽ ദുഃഖിച്ച് മുലപിച്ചിവിടെ അവശേഷിക്കുന്നവരെ ബശികാതമ്പുരാൻ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തട്ടെ. വത്സല സഹോദരരെ, പരസ്പരം ആശ്വസിപ്പിക്കുവീൻ, ധൈര്യപ്പെടുത്തുവീൻ. മരിച്ചവനെ സംസ്കരിച്ച് നീതീകരണം പ്രാപിക്കുവീൻ. മരിച്ചവന് കാരുണ്യം നിഷേധിക്കരുത്. വിരുന്ന ഭവനത്തിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നന്ന് എന്നുള്ള വേദവാക്യം വിശുദ്ധ സഭയുടെ മക്കളായ നിങ്ങൾ വന്ന് നിവർത്തിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനായി എഴുന്നള്ളി നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നിങ്ങൾ വന്ന് ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യം അനുഭവിച്ചു കൊള്ളുവീൻ എന്ന് അരുളി ചെയ്യുന്ന സന്തോഷകരമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയാവിൻ്റെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഈ അപേക്ഷകൾ സാധിക്കുമാറാകട്ടെ. തന്നിലുള്ള ശരണത്തോടുകൂടി നിദ്ര പ്രാപിച്ച ഈ ദാസനെ ദൈവം കൃപയോടെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ സംഘത്തിൽ ദൈവത്തിൻ്റെ കൃപ രണ്ട് ലോകങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീകമായ ശുശ്രൂഷയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചവരായ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ മരിച്ചുപോയവരെയും ഇന്ന് നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചുവോ ആ ദാസനെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ രൂപമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നത സിംഹാസനത്തെങ്കിൽ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. We'll give little space for them so that they will lower the casket.
പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. എന്റെ ആയുസ്സു മുഴുവൻ എന്നെ കാത്തല്ലോ ദൈവമേ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. ഒന്നും ചെയ്തില്ല ഞാനീ ഭൂവിൽ നിന്റെ നന്മകൾ കൊത്തതുപോൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. കർത്താവിൽ മരിക്കുന്ന മർത്യർ ഭാഗ്യവാന്മാരവർ നിശ്ചയം. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. ചെന്നു ചേരും വേഗമവർ സ്വർഗസിയോപുരിയിൽ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ. എന്റെ ദേശം സന്തോഷദേശം ദുഃഖം വേണ്ട പ്രിയജനമേ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വീണ്ടും കാണും വേഗം നമ്മൾ കർത്തൻ വാനിൽ എത്തുമ്പോൾ. വിട്ടുപോകുന്നു ഞാനീ ദേശം അന്യനായി പരദേശിയായി പാർത്ത ദേശം സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ. സ്വന്ത നാട്ടിൽ സ്വന്ത വീട്ടിൽ നിത്യകാലം വാഴുവാൻ.
ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവെൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടനഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. കഷ്ടനഷ്ടമേറിയിടുമ്പോൾ ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ലോകസൗഖ്യം എന്തു തരും? ആത്മക്ലേശം അതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ലോകസൗഖ്യം എന്തു തരും? ആത്മക്ലേശം അതിൻ ഫലം. സൗഭാഗ്യമുള്ള ആത്മജീവൻ കഷ്ടതയാൽ വർദ്ധിക്കുന്നു. ജീവനത്തിൻ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട. കൂടാരത്തിൻ മൂടി പോലെ ക്രൂശിൻ നിറം മാത്രം മതി.